പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അൻപീറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഏപ്രിൽ മാസം 19-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പുത്രത്വത്തിൻ്റെ വിലയെ നാം തിരിച്ചറിയുക. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക്. കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നത് നാം പുത്രത്വത്തിൻ്റെ വില തിരിച്ചറിയുക എന്നുള്ളതാണ്. പിതാവ് നമ്മെ മക്കളാക്കി തീർക്കുവാൻ നൽകിയ വില വലുതാണ്. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്നുള്ളതാണ്. അവൻ്റെ വിലയുള്ള രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ പുത്രത്വത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി തന്ന ആ വലിയ സ്നേഹത്തെ ഒന്ന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ നന്ദി പറയണം. ഒന്നുകൂടെ ഒരു ആഴം നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവനെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. പ്രിയരെ, ഈ വാക്യത്തിൻ്റെ ആഴത്തിനകത്ത് എന്തുകൊണ്ട് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മറുവിലയായി തീർന്നതെന്നും വ്യക്തമാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും നമ്മെപ്പോലെ ജഡരക്തങ്ങളുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന തൻ്റെ മക്കളെ വിടുവിച്ചെന്ന വചനം കാണിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങളെ പൂർണ്ണമായി വിടുവിച്ചു എന്നുള്ളതും നമുക്ക് പുത്രത്വം എന്ന പദവി തന്നു എന്നുള്ളതും തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കഥ നിങ്ങളോടൊന്ന് പറയാം. ഒരു പിതാവും തൻ്റെ മകനും വളരെ സന്തോഷത്തോടെ ഒരു കുടുംബത്തിൽ ജീവിക്കുകയാണ്. ആ നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ അവധി ദിവസങ്ങളിൽ തൻ്റെ കൂട്ടുകാരുമൊത്ത് ക്രിക്കറ്റ് കളിക്കാൻ തൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. താൻ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള താറാവുകളിൽ ഒന്ന് ക്രിക്കറ്റുകളുടെ നടുവിൽ വെച്ച് ചത്തുപോവുകയാണ്. ആ ചത്തുപോയ താറാവുമായിട്ട് താൻ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അത് കണ്ട ദാസൻ, അല്ലെങ്കിൽ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരൻ തൻ്റെ മകനെ സഹായിക്കാൻ വന്നു. അതിനെ അവർ രഹസ്യത്തിൽ മറവ് ചെയ്തു. എന്നിട്ട് പിതാവ് പതിവ് പോലെ ജോലി കഴിഞ്ഞ് മടങ്ങി വന്നു. പിതാവിനത് മനസ്സിലായില്ല. എന്നാൽ അടുത്ത ദിവസം രാവിലെ പിതാവ് തിരിച്ച് ജോലിക്ക് പോയ സമയത്ത് കൂട്ടുകാരുമായി തൻ്റെ മകൻ വീണ്ടും പതിവ് പോലെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ആ വീട്ടിലെ ദാസൻ അല്ലെങ്കിൽ ജോലിക്കാരൻ മകനോട് പറഞ്ഞു, താറാവിൻ്റെ രഹസ്യം ഞാൻ പിതാവിനോട് പറയും. ഭീഷണിപ്പെടുത്തി
അടിമത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ ദാസൻ അല്ലെങ്കിൽ ആ വീട്ടിലെ ജോലിക്കാരൻ ചെയ്യേണ്ട ജോലിയെ ഇതാ മകനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുകയാണ്. ഓരോ ദിവസവും ജോലിഭാരം കൂടി ദാസൻ തൻ്റെ മകനെ മുതലെടുക്കുകയാണ്. പിതാവിൽ നിന്ന് താൻ ഭയപ്പെട്ട് ഓരോ ദിവസവും ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. പിതാവിനെ കാണുന്നത് പോലും തനിക്ക് ഭയമാണ്. ഇത് മനസ്സിലാക്കിയ പിതാവ് ഒരു ദിവസം താൻ കിടക്കുന്ന കിടക്കയിൽ അടുക്കൽ വന്ന് തൻ്റെ മകനെ തലോടിക്കൊണ്ട് പറഞ്ഞു, നീ എന്താ എന്നിൽ നിന്ന് അകലുന്നത്? അവൻ കരഞ്ഞുകൊണ്ട് നടന്ന സംഭവം പറഞ്ഞു. എൻ്റെ ക്രിക്കറ്റ് കളിയിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമേറിയ ഒരു താറാവ് ചത്തു. പിതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 1000 താറാവുകളെക്കാൾ നീ എനിക്ക് വിലയാണ്, കാരണം നീ എൻ്റെ മകനാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ തൻ്റെ മകനോട് തൻ്റെ പിതാവ് പൊറുക്കുകയും തന്നെ അധികം സ്നേഹിക്കുകയും ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ പിതാവ് ജോലിക്ക് പോവുകയും താൻ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് വീട്ടിലെ ജോലിക്കാരൻ അല്ലെങ്കിൽ ദാസൻ തൻ്റെ മകനോട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, താറാവിനെ ഞാൻ വെളിപ്പെടുത്തും. അറിയാം, ഈ മകൻ ആ ദാസനോട് മറുപടി പറഞ്ഞത്, നീ പോയി പണി നോക്ക്, ഞാനും എൻ്റെ പിതാവും ആ വിഷയം തീർത്തിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ പുത്രത്വത്തിൻ്റെ വലിപ്പം ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ വരെയും നിങ്ങളെ സങ്കടപ്പെടുത്തിയ, ഇന്നലെ വരെയും നിങ്ങളെ അടിമകളാക്കിയ, ഇന്നലെ വരെയും നിങ്ങളുടെ സന്തോഷത്തെ നഷ്ടമാക്കിയ ആ ചില വിഷയത്തിനകത്ത് ഇന്ന് എൻ്റെ കർത്താവ് പൂർണ്ണ പരിഹാരം വരുത്തിയിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ചിലതിനെ ജയിക്കാൻ കഴിയും. യേശുവിൻ്റെ രക്തത്തിൽ നാം പൂർണ്ണ വിടുതലിലേക്ക് വരികയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ ലോകത്തിൽ വിശ്വസിക്കുന്ന, ഈ ലോകത്തിൽ മാത്രം ദർശനം വെച്ച് ജീവിക്കുന്നവരോട് ഒന്ന് പറയാനുണ്ട്. ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം അല്പമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ അല്പത്തിൽ വിശ്വസിക്കുന്നവരല്ല, നിങ്ങൾ നിത്യ സന്തോഷത്തിൽ, നിത്യ സമാധാനത്തിൽ, നിത്യ വിടുതലിൽ വിശ്വസിക്കുന്നവരാണ്. കാരണം നിങ്ങളിൽ നിൽക്കുന്നത് ഈ ലോകം കൊണ്ട് തീരുന്നതല്ല, എന്നിൽ നിൽക്കുന്നത് ഈ ലോകം കൊണ്ട് തീരുന്നതല്ല, നാം നിത്യതയിലേക്ക് നടത്തപ്പെടുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് വ്യക്തമായി പറയുവാനുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കപ്പെടുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. 16-ാമത്തെ വാക്യം, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. എന്നെ കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണെന്ന് ആത്മാവ് താനും നമ്മോട് സാക്ഷ്യം പറയാണ്. നാം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്, അപ്പാ പിതാവേ എന്ന് വിളിക്കേണ്ട സ്വപുത്രൻ്റെ ആത്മാവിനെ. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സമാധാനം, സന്തോഷത്തെ, വിടുതലുകളെ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുകയാണ്. നമുക്ക് വേണ്ടി വില തന്നവൻ ഇന്നും ജീവിക്കുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, മക്കളുടെ അവകാശമാണ് ഞാൻ നിങ്ങൾ പ്രാപിക്കേണ്ടത്. ദൈവം തൻ്റെ മക്കളാകുവാൻ പദവി തന്നവർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ഇതാ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അവൻ്റെ നാമത്തെ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മകനും മകളുമാണ്. ആ പദവിയിൽ നിൽക്കാമെങ്കിൽ, പുത്രത്വത്തിനകത്ത് നിൽക്കാമെങ്കിൽ ചിലതിനെ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നാമാണ് തൃപ്തി പ്രാപിക്കേണ്ടവർ, നാമാണ് അത്ഭുതം കാണേണ്ടവർ. ഒന്നുകൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങൾ. അവൾ സുറഫോനിക്ക ജാതിയിലുള്ള ഒരു യവനസ്ത്രീയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. 27-ാമത്തെ വാക്യം, യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തെ ഒന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ. ഇതാ സുറഫോനിക്ക ജാതിയിലുള്ള ഒരു സ്ത്രീ, യവനായ സ്ത്രീ വന്ന് അവളുടെ മകളുടെ ഭൂതോപദ്രം മാറാൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. യേശു പറയുകയാണ്, ജാതികൾക്ക് വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്, മക്കൾക്ക് വേണ്ടിയാണ്. ഈ വചനത്തിനകത്തൊരു വെളിപ്പാടുണ്ട് പ്രിയരെ. മക്കളെ തൃപ്തി വരുത്തുന്ന ഒരു പിതാവ്, മക്കൾക്ക് വേണ്ടി നല്ല ദാനങ്ങളെ കൊടുക്കുന്ന ഒരു പിതാവ്. ഒന്നുകൂടെ പറഞ്ഞ ലൂക്കോസ് 11-ന്റെ 13-ാമത്തെ വാക്യം, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ നല്ല പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ സ്വപുത്രന്റെ ആത്മാവിനെ അധികമായി നമ്മിൽ തന്നുകൊണ്ട് പിതാവ് നമ്മിൽ നമ്മുടെ ആഗ്രഹങ്ങൾ,
നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ പ്രഭാതത്തിൽ പുത്തുറത്വത്തിൻ്റെ വലിപ്പം നമുക്കൊന്ന് ക്ലെയിം ചെയ്യാൻ പ്രിയരെ. നമ്മൾ എല്ലാ മേഖലയും തൃപ്തിയോടെ ജീവിക്കേണ്ടവരാണ്. വാസ്തവത്തിൽ അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാത്തിനകത്തും തൃപ്തി വരിക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ എല്ലാ അനുഭവത്തിനകത്തും തൃപ്തിയാകുന്ന ഒരു അനുഭവം. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പിതാവ് എന്നെ തൃപ്തിയാക്കാൻ പോവുകയാണ്. ഞാൻ അവൻ്റെ മകനാണ്, ഞാൻ അവൻ്റെ മകളാണ്. എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവൻ, ഒന്നിനും കുറവില്ലാതെ എന്നെ തൃപ്തിയോടെ മുമ്പോട്ട് നടത്താൻ പോകുന്നതിനായി നന്ദി. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളെ മക്കളുടെ പദവിയിലേക്ക് നടത്തുന്നതിനായി സ്തോത്രം. അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ മുഖങ്ങളും തകർന്നു പോകട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാത്തിനകത്തും തൃപ്തി പ്രാപിക്കട്ടെ. കർത്താവെ, അവരെ അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾ കാണും. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.